വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോയ് കണ്ണഞ്ചിറ. ഇന്ന് ദുഃഖവെള്ളി. ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് മാനവരക്ഷയ്ക്കായി മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യരുടെ കൈയാൽ തന്നെ മനുഷ്യരക്ഷയ്ക്കായി സ്വന്തം ജീവൻ കാൽവരിയിലെ കുരിശിൽ ബലിയർപ്പിക്കുന്ന മഹാ രക്തസാക്ഷിത്വത്തിന്റെ ദിനമാണ് ദുഃഖവെള്ളി. 33 വർഷത്തെ തൻ്റെ ജീവിതകാലം കൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിന് നൽകിയത് ഇന്നോളമുള്ള മനുഷ്യ ചരിത്രത്തിൽ ആരും നൽകാത്ത മഹത്തായ മാതൃകകളായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും മനുഷ്യനെ സ്നേഹിക്കണമെന്നും ദൈവം മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ച സ്നേഹപിതാവാണ് എന്നും ആ ദൈവപിതാവ് കരുണയുടെ ഉറവിടമാണ് എന്നും എൻ്റെ പിതാവായ ദൈവം കരുണയായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും ഞാൻ കരുണ നൽകുന്നുവെന്നും എല്ലാ മനുഷ്യരും പരസ്പരം കാരുണ്യം നൽകണമെന്നും ഈ ലോകത്തെ ഉദ്ബോധിപ്പിച്ച മഹാഗുരുവാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ഇന്നലെ പെസഹ വ്യാഴാഴ്ച തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ ജലം കൊണ്ട് കഴുകി ചുംബിച്ച് എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക നൽകിയ യേശുക്രിസ്തു ഇന്ന് കുരിശിൽ സ്വന്തം രക്തം കൊണ്ട് ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന മഹത്തായ അത്ഭുതമാണ് ദുഃഖവെള്ളിയിലെ കുരിശുമരണം. കുരിശിൽ അവസാനത്തെ നിമിഷവും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. തൻ്റെ അത്ഭുതം കണ്ട് അതിശയിച്ചവരും അപ്പം ഭുജിച്ച് വിശപ്പ് മാറ്റിയവരും തൻ്റെ സ്പർശനം കൊണ്ട് സൗഖ്യം നേടിയവരുമൊക്കെ ഓശാന ഞായറാഴ്ച ഓശാന പാടി തന്നെ എതിരേറ്റ് രാജകീയമായ വരവേൽപ്പ് നൽകി ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിച്ച അതേ ജനം തന്നെ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അനീതിപരമായ വിചാരണയ്ക്ക് വിധേയമാക്കുകയും കുരിശുമരണത്തിന് ഇരയാക്കുകയും ചെയ്യുമ്പോൾ നിശബ്ദനായി അതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സഹിക്കുന്ന ദൈവപുത്രന്റെ മഹത്തായ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മാതൃക കണ്ട് ലോകം വിസ്മയിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ക്രിസ്തു ലോകത്തിന് നൽകിയ ഈ മഹത്തായ മാതൃക എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വത്തെ ആദരിക്കുവാനും എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് എന്നും ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണ് എന്നും ലോകത്തെ അറിയിച്ച ദൈവപുത്രനായ യേശു തൻ്റെ പിതാവ് കരുണയാണ് എന്നും തൻ്റെ പിതാവ് കരുണയായിരിക്കുന്നത് പോലെ താനും എല്ലാവർക്കും കാരുണ്യമാണ് വിതരണം ചെയ്യുന്നതെന്നും ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ മനുഷ്യരെയും തൻ്റെ ഹൃദയത്തിലേക്ക് താൻ സ്വീകരിക്കുകയാണ് എന്നും മനുഷ്യരോട് അരുളി ചെയ്തു. ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ടും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി പത്രോസിനെ കൂടെ നിർത്തുകയും അവൻ്റെ ഉള്ളിൽ സ്നേഹം നിറച്ചു കൊടുക്കുകയും ചെയ്തു ക്രിസ്തു. പണത്തോട് ആർത്തിയുള്ളവനാണ്, മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളുടെയും ഉടമയാണ് തൻ്റെ ശിഷ്യനായ യൂദാസ് എന്നറിയാമായിരുന്നിട്ടും യൂദാസിനെ തൻ്റെ പണപ്പെട്ടി ഏൽപ്പിക്കുകയും ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും യൂദാസിന്റെ ഉള്ളിൽ സ്നേഹം നിറച്ചവന്റെ തെറ്റുകൾ ക്ഷമിക്കുകയുമാണ് ക്രിസ്തുവിന്റെ മാതൃകയാണത്. ഈ ദുഃഖവെള്ളി എല്ലാ മനുഷ്യർക്കും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകയിലൂടെ മനുഷ്യത്വത്തെ ആദരിക്കാനുള്ള ഉൾവിളിയാണ്. ദുഃഖവെള്ളിയിൽ ക്രിസ്തു ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ മാതൃകയായതുപോലെ ശത്രുക്കളോട് ക്ഷമിക്കുവാനും ശത്രുതയില്ലാത്ത ഒരു വീട് നിർമ്മിക്കുവാനും ശത്രുതയില്ലാത്ത ഒരു അയൽപക്കം, ഒരു ഗ്രാമം, ഒരു നഗരം, ശത്രുതയില്ലാത്ത ഒരു നാട് നിർമ്മിക്കുവാനും ഈ ദുഃഖവെള്ളി നമ്മെ ക്ഷണിക്കുകയാണ്. സ്നേഹം കൊണ്ട് സഹിക്കുന്ന വേദനകൾക്ക് സന്തോഷത്തേക്കാൾ സന്തോഷമുണ്ട് എന്ന് പഠിപ്പിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ ജീവബലിയുടെ ദിനം നമുക്കെല്ലാവർക്കും അനുഗ്രഹദായകമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ റോയ് കണ്ണഞ്ചിറ.